എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് നമ്മുടെ 13ാമത്തെ ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതി വിവരക്കണക്ക്. അപ്പോൾ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ ചാപ്റ്ററാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ പഠിക്കാമെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മാർക്ക് വാങ്ങാൻ പറ്റിയൊരു ചാപ്റ്ററാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. അപ്പോൾ അത് നിങ്ങൾക്ക് നമ്മുടെ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകും വളരെ ഈസി ആണെന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ ഇതിനെക്കുറിച്ചൊന്നും പറയണ്ട, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. നമുക്കറിയാം നമ്മുടെ സ്കൂളിൽ ഈ ഹെൽത്ത് ക്ലബ്ബുകളുണ്ട് അല്ലേ, ഹെൽത്ത് ക്ലബ്ബുണ്ട്. അപ്പോൾ ഓരോ വർഷവും അവർ സ്കൂളിൽ പല പല പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ അവരെന്ത് ചെയ്തു, സ്കൂളിൽ ഒരു ബ്ലഡ് ഗ്രൂപ്പ് നിർണ്ണയിക്കുന്ന ഒരു ക്യാമ്പ് വെച്ചു. അങ്ങനെ നമ്മളൊരു ക്ലാസ്, ഇപ്പോൾ ഏതെങ്കിലും ക്ലാസ്, നിങ്ങളുടെ ക്ലാസ് വിചാരിച്ചോ, ആ ക്ലാസ്സിൽ 40 കുട്ടികളുണ്ട്. ആ 40 കുട്ടികളുടെയും ബ്ലഡ് പരിശോധിച്ചു ഗ്രൂപ്പ് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കിട്ടിയ പട്ടികയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓരോ കുട്ടികളുടെയും ബ്ലഡ് ഗ്രൂപ്പ് നോക്കിയാൽ O പോസിറ്റീവ്, B പോസിറ്റീവ്, അടുത്ത കുട്ടി O പോസിറ്റീവ്, അടുത്ത കുട്ടിയുടെ AB പോസിറ്റീവ്, അടുത്ത കുട്ടി AB നെഗറ്റീവ്, അങ്ങനെ 40 കുട്ടികളുടെ ബ്ലഡ് ഗ്രൂപ്പാണ് ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത്. ഇനി അതിന് താഴെ കുറച്ച് ചോദ്യങ്ങളുണ്ട്, നോക്കിയേ. ഹൗ മെനി ചിൽഡ്രൻ ഹാവ് O നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്, അതായത് O നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിലുള്ള എത്ര കുട്ടികളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇതിൽ നിന്ന് O നെഗറ്റീവ് ഉള്ള കുട്ടി നോക്കണം അല്ലെ, എത്ര O നെഗറ്റീവ് ഉണ്ടെന്ന് നോക്കണം അല്ലെ. അപ്പൊ നമുക്ക് നോക്കിയാൽ O നെഗറ്റീവ് അല്ലെ, ഇവിടെ ഇല്ല, ഇതിലില്ല, ഇതിലില്ല, ഇവിടെ ഒരു O നെഗറ്റീവ് ഉണ്ട് അല്ലെ. അപ്പൊ ഒന്ന് അല്ലെ. അപ്പൊ ആകെ ഒരു കുട്ടിക്ക് മാത്രമേ O നെഗറ്റീവ് ഗ്രൂപ്പ് ഉള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് നോക്കിയാൽ O നെഗറ്റീവ് ഗ്രൂപ്പ് ഒരാൾക്ക് O നെഗറ്റീവ് ഗ്രൂപ്പ് ഉള്ളൂ. ഇനി ബി നെഗറ്റീവ് ഗ്രൂപ്പിലുള്ള എത്ര കുട്ടികളുണ്ട്, ബി നെഗറ്റീവ്. അപ്പൊ നമ്മളിവിടെ മൊത്തം നോക്കേണ്ടി വരും അല്ലെ. ബി നെഗറ്റീവ് ഇവിടെ ഒരാളുണ്ട്, 1 2 2, പിന്നെ ഇവിടെ 2 3 അല്ലെ. അപ്പൊ 3 കുട്ടികൾക്ക് ബി നെഗറ്റീവ്. അപ്പം ബി നെഗറ്റീവ് ഉള്ള 3 കുട്ടികളുണ്ട്. ഇനി അടുത്തത് നോക്കിയാൽ ഹൗ മെനി ഹാവ് O പോസിറ്റീവ് അല്ലെ, O പോസിറ്റീവ് ഉള്ള എത്ര കുട്ടികളുണ്ട്, O പോസിറ്റീവ്. അപ്പൊ ഒരാള്, 2 ആള്, 3 ആള്, 4 5 6 7 8 9 10 11 12 13 14 പേര് അല്ലെ. അപ്പൊ 14 പേർക്ക് O പോസിറ്റീവ് ആണ് അല്ലെ. ഇനി അടുത്ത ചോദ്യം നോക്കിയേ. വിച്ച് ബ്ലഡ് ടൈപ്പ് ഡു ദി ലാർജസ്റ്റ് നമ്പർ ഓഫ് ചിൽഡ്രൻ ഹാവ്, അതായത് ഏത് ബ്ലഡ് ഗ്രൂപ്പിലുള്ളവരാണ് ഏറ്റവും കൂടുതലെന്ന് അല്ലെ. അപ്പൊ ഏത് ഗ്രൂപ്പുകാരാണ്, ഏത് ബ്ലഡ് ഗ്രൂപ്പുകളിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ എണ്ണുള്ളതെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് എന്ത് വേണ്ടി വരും, ഇതുപോലെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ. ഇവിടെ നമുക്ക് നോക്കിയാൽ ഏതാണോ അത് നമ്മൾ നോക്കിയാൽ മതി, എത്ര ഉണ്ടെന്ന് നോക്കിയാൽ മതി അല്ലെ. അപ്പൊ ഏതാണോ കൂടുതൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് വേണ്ടി വരും, എല്ലാവരും നോക്കണം അല്ലെ. ഓരോ ഗ്രൂപ്പും അതിൽ എത്ര കുട്ടികളുണ്ടെന്ന് നമ്മൾ നോക്കേണ്ടി വരും അല്ലെ. ഇപ്പൊ O നെഗറ്റീവ് എത്ര പേർക്കുണ്ട്, O പോസിറ്റീവ് എത്ര പേർക്കുണ്ട്, B പോസിറ്റീവ് എത്ര പേർക്കുണ്ട്, അതുപോലെ തന്നെ AB എത്ര പേർക്കുണ്ട് അല്ലെ. അങ്ങനെ ഓരോന്നും നോക്കേണ്ടി വരും. എന്നിട്ട് വേണം നമുക്ക് അതിന് ഉത്തരം കണ്ടുപിടിക്കാൻ. അപ്പൊ നമുക്ക് ഇവിടെ എളുപ്പത്തിലുള്ള പണി എന്താണ്, നമുക്ക് ആദ്യം തന്നെ ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ട് ഓരോ ഗ്രൂപ്പിലും എത്ര പേരുണ്ടെന്ന് നമ്മൾ അതിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ചോദ്യമാണെങ്കിലും പെട്ടെന്ന് ഉത്തരം കിട്ടും അല്ലേ. അതായത് നോക്കിയാൽ ഇതിന് പകരം ഇതിൽ നിന്ന് ഇങ്ങനെ നോക്കിയെടുക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യാം, ഒരു ടേബിൾ വരയ്ക്കുക. ആ ടേബിൾ വരച്ചിട്ട് ഓരോ ഗ്രൂപ്പിലും എത്ര കുട്ടികളുണ്ട് എന്ന് നമ്മൾ അത് കൃത്യമായിട്ട് എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാം അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം ആ രീതിയിലൊരു ടേബിൾ നമുക്ക് വരയ്ക്കാം. അപ്പൊ ഇവിടെ ഞാൻ നോക്കിയാൽ 3 കളികളിലൂടെ എന്ത് ചെയ്തു, ഒരു ടേബിൾ ഞാൻ വരച്ചു. ഇനി അതിൽ നമുക്ക് ബ്ലഡ് ഗ്രൂപ്പിന്റെ കാര്യമാണ് അല്ലേ. അപ്പൊ നമ്മൾ ആദ്യത്തെ ബ്ലഡ് ഗ്രൂപ്പ് എഴുതി. ഇനി അടുത്ത നമ്മൾ നോക്കിയ ടാലി എന്ന് പറഞ്ഞാൽ എന്താണ്, അടയാളം അല്ലെ, അടയാളം. അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അടുത്ത എന്താണ്, നമ്പർ അല്ലെ, എത്ര പേരുണ്ട് എന്നുള്ളത് നമ്മൾ അടുത്ത കോളം. ഇനി ഇവിടെ നമുക്ക് ബ്ലഡ് ഗ്രൂപ്പ്, ഏത് ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ വരുന്നുണ്ട് നോക്കിയാൽ, A പോസിറ്റീവ് ഉണ്ട്, ഇതിൽ B പോസിറ്റീവ് ഉണ്ട്, പിന്നെ AB പോസിറ്റീവ് ഉണ്ട്, O പോസിറ്റീവ് ഉണ്ട് അല്ലെ. അപ്പൊ 4 പോസിറ്റീവുകൾ വരുന്നുണ്ട്. പിന്നെ B നെഗറ്റീവ്, AB നെഗറ്റീവ്, O നെഗറ്റീവ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിലുള്ളത് അല്ലെ. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യാം, ഓർഡറിൽ എഴുതാം. ഇപ്പൊ നോക്കിയാൽ A പോസിറ്റീവ് ഉണ്ട് അല്ലെ, പിന്നെ B പോസിറ്റീവ് ഉണ്ട്, ബ്ലഡ് ഗ്രൂപ്പുകളാണ് എഴുതാണ് നമ്മൾ. B പോസിറ്റീവ്, പിന്നെ AB പോസിറ്റീവ് ഉണ്ട്, പിന്നെയോ O പോസിറ്റീവ് ഉണ്ട്, പിന്നെ നെഗറ്റീവ് ആണ് അല്ലെ, B നെഗറ്റീവ് ഉണ്ട്, പിന്നെ AB നെഗറ്റീവ് ഉണ്ട്, പിന്നെ O നെഗറ്റീവ് ഉണ്ട് അല്ലെ. ഇത്രയും ഗ്രൂപ്പുകളാണ് ഇതിലുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, A പോസിറ്റീവ് ഗ്രൂപ്പിലുള്ള എത്ര പേരുണ്ടെന്ന് നോക്കാം. A പോസിറ്റീവ് അല്ലേ, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇത് ഒരാള്, 1 2 3 4, പിന്നെ എത്ര ഉണ്ട്, 5 6 7 8 അല്ലെ, 8 ആളുണ്ട്. 8 ആളുണ്ടെങ്കിൽ നമുക്ക് ആദ്യം 4 ആണെങ്കിൽ 1 2 3 4
അല്ലേ? അപ്പോൾ നമുക്ക് എണ്ണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് 4 കഴിഞ്ഞാൽ പിന്നെ 5 ആണല്ലോ. 5ആകുമ്പോൾ നമ്മൾ ക്രോസ് ചെയ്ത് ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ അതായത് ഇതൊരു ഗ്രൂപ്പായി അല്ലേ? അപ്പോൾ ഇങ്ങനെ കണ്ടാൽ അവിടെ മനസ്സിലായി എത്ര എണ്ണം ഉണ്ട്? 5 ആയി അല്ലേ? ഇനി 3 എണ്ണം കൂടി ഉണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് സെപ്പറേറ്റ് 1, 2, 3 കണ്ടാ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ നമ്മൾ 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ എണ്ണാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് 4 എണ്ണം കഴിഞ്ഞാൽ 5ആകുമ്പോൾ നമ്മൾ ക്രോസ് ചെയ്ത് വരയ്ക്കും. അപ്പോൾ 5 എണ്ണായി അല്ലേ? ബാക്കി 3 എണ്ണം, ഇത് 3. ഇനി ഇതും 5 ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഒരെണ്ണം വരച്ചിട്ട് അടുത്ത് നമ്മൾ ക്രോസ് ചെയ്ത് വരയ്ക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ 8 എണ്ണാണ് അല്ലേ? അതാണ് നിൽക്കട്ടെ. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ വേണമെങ്കിൽ ഇവിടെ 8 എന്ന് എഴുതാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അവസാനം എഴുതിയാലും മതി. അതൊക്കെ നിങ്ങൾ ഇഷ്ടം, അങ്ങനെ വേണമെങ്കിൽ എഴുതിക്കോ. ഇനി ഇവിടെ ബി പോസിറ്റീവ് എത്ര കുട്ടികളുണ്ടെന്ന് നോക്കിയാൽ 1, 2, 3, 4, 5, 6, 7 അല്ലേ? അപ്പൊ 7 പേർക്കുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 5 എണ്ണം. ഇതൊക്കെ 1, 2, 3, 4, 5, ഇനി 6, 7 കണ്ടില്ലേ? അപ്പൊ 7 പേര്. അപ്പൊ ഇപ്പൊ തന്നെ വേണമെങ്കിൽ എഴുതാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അവസാനം എഴുതിയാലും മതി. അപ്പൊ 7 പേർക്ക്. ഇനി എ ബി പോസിറ്റീവ് ഒന്ന് നോക്കിയേ. 1, 2, 3, 4, 5 അല്ലേ? 5 പേര്. അപ്പൊ നമുക്ക് 5 പേർക്ക്. അപ്പോൾ 1, 2, 3, 4, 5 അല്ലേ? 5 പേര്. ഇനി ഓ പോസിറ്റീവ് നോക്കിയേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 അല്ലേ? 13, 14. 14 പേര്. അപ്പൊ എങ്ങനെ എഴുതണം? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 കണ്ട 10. ഇനി എത്രയാണ്? 14 അല്ലേ? 4. 1, 2, 3, 4. 4. അപ്പൊ എത്രയാണ്? 14. അപ്പൊ ഇത് നമ്മൾ ശരിക്കും എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഓ പോസിറ്റീവ് ഒരാളല്ലേ, അപ്പൊ നമ്മൾ ഓ പോസിറ്റീവിൽ ഒരു വര വരയ്ക്കും കേട്ടോ. ഇനി ബി പോസിറ്റീവ്, അപ്പൊ ബി പോസിറ്റീവ് നേരെ ഒരു വര വരയ്ക്കും. ഇനി വീണ്ടും ഓ പോസിറ്റീവ്, അപ്പൊ ഓ പോസിറ്റീവ് നേരെ അടുത്ത വര വരയ്ക്കും അല്ലെ? ഇനി അതേ രൂപത്തിലാണ് നമ്മൾ ചെയ്യാം. മനസ്സിലായി? അപ്പൊ എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നത്. ഓരോന്ന് എണ്ണീറ്റ് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് വളരെ എളുപ്പം കഴിയും. അതല്ല നമ്മൾ ഓരോന്നും ഇങ്ങനെ ആക്കിയിട്ട് അതിന്റെ നേരെ ഒരു വര വരയ്ക്കുക, അതിന്റെ നേരെ ഒരു വര വരയ്ക്കുക, അങ്ങനെ 4 എണ്ണാകുമ്പോൾ 5ആമത്തെ നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് വരയ്ക്കുക. അപ്പൊ അങ്ങനെയാണ് ശരിയായ രീതി. പക്ഷെ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റി ഇതായിരിക്കും അല്ലേ? ഇനി നമുക്ക് നോക്കിയാൽ ബി നെഗറ്റീവ് അല്ലേ? ബി നെഗറ്റീവ് നോക്കിയേ. ഇതേ ഒരാൾ ഇവിടെ ഉണ്ട്, ഇതേ രണ്ടാമത്തെ ആള്, മൂന്നാമത്തെ ആള് അല്ലേ? അപ്പൊ 3 പേരാണ്. അപ്പൊ 1, 2, 3. അപ്പൊ 3 പേര്. ഓക്കെ. ഇനി എ ബി നെഗറ്റീവ്. എ ബി നെഗറ്റീവ് നോക്കിയാൽ ഇതേ ഒരാൾ ഇവിടെ ഉണ്ട്, രണ്ടാളുണ്ട്, രണ്ടാളുള്ളൂ അല്ലേ? അപ്പൊ 2 പേര്. 2. ഇനി ഓ നെഗറ്റീവ്. ഓ നെഗറ്റീവ് നോക്കിയേ. ഇതിലില്ല, 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 ഇവിടെ ഒരാളുണ്ട് അല്ലേ? ഒരാളുണ്ട്, പിന്നെ ഇല്ല അല്ലേ? ഒരാൾ. അപ്പൊ നമുക്ക് 1. അപ്പൊ നമ്മുടെ ടേബിൾ കംപ്ലീറ്റ് ആയി അല്ലേ? അപ്പൊ നമുക്ക് എന്ത് വേണം? ഇത് എണ്ണിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? മൊത്തം 40 കുട്ടികളാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. 40 കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം അല്ലേ? അപ്പൊ ആദ്യം അത് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ ടോട്ടൽ എത്ര ഉണ്ടെന്ന് നോക്കിയാൽ 8, 7, 15, 5, 20, 20, 30, 34, 3, 37, 2, 39, 1, 40 അല്ലേ? കറക്റ്റ് ആയിട്ട് 40 ഉണ്ട്. ഇത് തെറ്റി, ഇത് അങ്ങോട്ടും വ്യത്യാസം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ചെയ്തത് തെറ്റിയെന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? അപ്പൊ ഏതോ വിട്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും 2 പ്രാവശ്യം വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എളുപ്പപ്പണി എന്താ? ഇപ്പൊ എ പോസിറ്റീവ് എടുക്കുന്നിരിക്കും അല്ലേ? അപ്പൊ എ പോസിറ്റീവ് എടുക്കുമ്പോൾ നോക്കിയാൽ എ പോസിറ്റീവ് ഇതിലില്ല, എ പോസിറ്റീവ് ഇതിലില്ല, എ പോസിറ്റീവ് ഇവിടെ ഉണ്ട് അല്ലേ? അപ്പൊ അതൊന്ന് റൗണ്ട് ചെയ്ത് വെക്കുക കണ്ട. അപ്പൊ പിന്നെ നമുക്ക് വളരെ എളുപ്പമാണ്. എ പോസിറ്റീവ് ഇതേപോലെ ചെയ്താൽ മതി. അപ്പൊ 3, 4 കണ്ട, 5, 6, 7, 8 കണ്ടാ. ഇതേപോലെ റൗണ്ട് ചെയ്ത് പോവാം. അപ്പൊ 8. ഇനി അടുത്ത് നോക്കിയാൽ ബി പോസിറ്റീവ്. അപ്പൊ ബി പോസിറ്റീവ് റൗണ്ട് ചെയ്യാം. 1 ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇതിലില്ല, ബി പോസിറ്റീവ് 2, 3, 4, 5, 6, 7 അല്ലേ? അപ്പൊ ഇതേപോലെ റൗണ്ട് ചെയ്താൽ നമുക്ക് ഏതെങ്കിലും ഒന്നും അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണാതെ പോകും. മനസ്സിലായില്ലേ? അപ്പൊ ഇതേപോലെ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഇപ്പൊ നോക്കിയേ 40 പേര് അല്ലേ? അപ്പൊ ടോട്ടൽ നമുക്ക് 40 പേര് കിട്ടി. ഇനി നമുക്ക് ഈ ചോദ്യങ്ങൾ പെട്ടെന്ന് ഉത്തരം എഴുതാൻ പറ്റും അല്ലേ? ഇവിടെ നോക്കിയേ
ഓ നെഗറ്റീവ് ഉള്ള എത്ര പേരുണ്ട്? ഓ നെഗറ്റീവ് ഉള്ളതൊക്കെ ഒരാള്, കണ്ട, അപ്പൊ ഒരാള്. ഇനി ബി നെഗറ്റീവ് ഉള്ള എത്ര പേരുണ്ട്? ബി നെഗറ്റീവ് ഉള്ള 3 പേര്, അപ്പൊ 3 പേര്. ഇനി ഓ പോസിറ്റീവ് ഉള്ള എത്ര പേരുണ്ട്? ഓ പോസിറ്റീവ് അല്ലേ, എത്ര പേരുണ്ട്? 14 പേര്, അപ്പൊ 14. ഇനി ഏത് ഗ്രൂപ്പിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ? ഏത് ഗ്രൂപ്പാണ് ഏറ്റവും കൂടുതൽ? 14 ആണ് അല്ലേ. ഏത് ഗ്രൂപ്പാണത്? ഓ പോസിറ്റീവ്. അപ്പൊ ഏറ്റവും കൂടുതലുള്ളത് ഇതാണ് ഓ പോസിറ്റീവ് ഗ്രൂപ്പ് അല്ലെ. അപ്പൊ ഓ പോസിറ്റീവ്. ഇനി അടുത്ത ചോദ്യം നോക്കിയാൽ ഏത് ഗ്രൂപ്പിലുള്ളവരാണ് ഏറ്റവും കുറവ്? ഏറ്റവും കുറവ് നോക്കി ഇവിടെ എത്ര? 1 ആണ് അല്ലെ. അതായത് ഓ നെഗറ്റീവ്. അപ്പൊ ഓ നെഗറ്റീവുകാരാണ് ഏറ്റവും കുറവുള്ളത്, ഒരാൾക്കേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ പട്ടിക വെച്ചിട്ട് പെട്ടെന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. ഇവിടെ നോക്കിയേ, ഓരോന്നും, അതായത് ഇപ്പൊ എ പോസിറ്റീവുകാർ എത്ര പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട് അല്ലെ. അവർ അത് 8 പേർക്കുണ്ട്. ബി പോസിറ്റീവ് 7 പേർക്കുണ്ട് അല്ലെ. അപ്പൊ ഓരോന്നും എത്ര തവണ ആവർത്തിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മൾ ഇവിടെ എഴുതിയത് അല്ലെ. ഓരോന്നും എത്ര തവണ? ഇപ്പൊ എ പോസിറ്റീവ് 8 തവണ, ബി പോസിറ്റീവ് 7 തവണ അല്ലെ. അപ്പൊ അതിനെ നാം എന്താ പറയുക? ഫ്രീക്വൻസി എന്നാണ് പറയുക. ഫ്രീക്വൻസി, അതായത് ആവൃത്തി എന്നാണ് പറയുക. അപ്പൊ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന ഈ പട്ടികയ്ക്ക് ഒരു പേരുണ്ട്, ആവൃത്തി പട്ടിക എന്ന് പറയും. അതായത് ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയും. അപ്പൊ ഇതിനെയാണ് നാം എന്ത് പറയുക? ഫ്രീക്വൻസി ടേബിൾ. മനസ്സിലായില്ലേ? ഫ്രീക്വൻസി ടേബിൾ വരയ്ക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കാം. മനസ്സിലായല്ലോ? തന്നിട്ടുള്ള കാര്യം ആദ്യം എഴുതാം, പിന്നെ ടാലി അടയാളം ഇതേപോലെ മാർക്ക് ചെയ്താം. അപ്പൊ അത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് വേറെ ഒന്നും കൂടി ചെയ്തു നോക്കാം. അപ്പൊ ഇവിടെ നോക്കിയേ, ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് എക്സാം ടെസ്റ്റ് പേപ്പർ നടത്തിയപ്പോൾ കിട്ടിയ മാർക്കുകളാണ് എഴുതിയിട്ടുള്ളത് അല്ലെ. ഇനി ഇതിൽ നോക്കിയ ചോദ്യങ്ങൾ നോക്കിയാൽ, വാട്ട് ഈസ് ദി സ്കോർ ഒബ്റ്റൈൻഡ് ബൈ ദി ലാർജസ്റ്റ് നമ്പർ ഓഫ് ചിൽഡ്രൻ? അതായത് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ലഭിച്ച സ്കോർ എത്രയാണ്, ഏതാണ്? അപ്പൊ കൂടുതൽ കുട്ടികൾക്ക് ലഭിച്ച മാർക്ക് എത്രയാണെന്നാണ് ചോദ്യം അല്ലെ. അപ്പൊ നമുക്കറിയാം, ഇതുപോലുള്ള ചോദ്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് വേണം? നാം നേരത്തെ പറഞ്ഞ പോലെ ഒരു ടേബിൾ നമുക്ക് ആദ്യം വരയ്ക്കാം അല്ലെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ മാർക്കും എത്ര പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നേരത്തെ ചെയ്ത പോലെ നമുക്കൊരു ടേബിൾ വരയ്ക്കാം അല്ലെ. അതിനെന്താ പറയാ? ഫ്രീക്വൻസി ടേബിൾ അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം ഒരു ഫ്രീക്വൻസി ടേബിൾ വരയ്ക്കാം. അപ്പൊ നോക്കിയാൽ 3 കളികളുടെ ടേബിൾ ഞാൻ വരച്ചല്ലേ. ഞാൻ ആദ്യം നമുക്ക് എന്ത്, ഇവിടെ മാർക്കുകളാണ് അല്ലെ, മാർക്കിനെ കുറിച്ചല്ലേ പറയേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് മാർക്ക്. ഇനി അടുത്തത് നമുക്ക് അറിയാം ടാലി അല്ലെ, അടയാളം, ടാലി. ഇനി അടുത്തത് എന്താണ്? നമ്പർ ഓഫ് ചിൽഡ്രൻ അല്ലെ, നമ്പർ, കുട്ടികളുടെ എണ്ണം. അപ്പൊ നമ്പർ ഓഫ് ചിൽഡ്രൻ, അതായത് കുട്ടികളുടെ എണ്ണം. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നോക്കിയാൽ ഏറ്റവും കുറവ് മാർക്ക് എത്രയാണെന്ന് നോക്കിയാൽ അവിടെ മുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് അല്ലെ, അത് നമുക്ക് ഓർഡറിൽ ഇങ്ങോട്ട് എഴുതി കൊടുക്കുക. ഇവിടെ നോക്കിയാൽ ഏറ്റവും കുറവ് മാർക്ക് എത്രയാണ്? 1 അല്ലെ. 1കാരുണ്ടോ? 1കാർ ആരുമില്ല. എന്താണ്? 2 ഉണ്ട് ഇവിടെ അല്ലെ. അപ്പൊ ഏറ്റവും കുറവ് മാർക്ക് 2 അല്ലെ. അപ്പൊ നമുക്ക് 2 തുടങ്ങാം. 2, 3, 4, 5, 6, 7, 8, 9, പിന്നെ എത്രയാണ്? 10 അല്ലെ. 10 വരെയാണ് ഉള്ളത് അല്ലെ. അപ്പൊ നമ്മൾ അത് ഓർഡറിൽ എഴുതി. ഇനി നമുക്ക് നോക്കിയാൽ ഈ 2 മാർക്കുള്ള എത്ര കുട്ടികളുണ്ടെന്ന് നോക്കണം അല്ലെ. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇത് ഞാൻ പറഞ്ഞില്ല 2 രീതിയിൽ ചെയ്യാന്ന്, ആ രീതിയിൽ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം തോന്നുന്നത് ആ രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ. ഇവിടെ ഞാൻ ചെയ്യുന്നത് നോക്കിയാൽ, ഇപ്പൊ 8 അല്ലെ. അപ്പൊ 8 ഞാൻ ആദ്യം എടുത്തു. 8. അപ്പൊ 8ന്റെ നേരെ ഒരു വര വരച്ചു. ഇനി നോക്കിയാൽ 7 അല്ലെ. അപ്പൊ 7ന്റെ നേരെ ഒരു വര വരച്ചു. ഇനി അടുത്തത് 6 ആണല്ലോ. 6ന്റെ നേരെ ഒരു വര. ഇനി 3ന്റെ നേരെ ഒരു വര. ഇനി ഏതാണ്? 8 അല്ലെ. വീണ്ടും 8 ആണ്. അപ്പൊ 8ന്റെ നേരെ അടുത്ത വര. വീണ്ടും 8, അപ്പൊ അടുത്ത വര. ഇനി 7, അടുത്ത വര. വീണ്ടും 7, അപ്പൊ അടുത്ത വര. ഇനി 6, 6ന്റെ നേരെ ഒരു വര. കണ്ടില്ലേ? ഇനി 7, വീണ്ടും 7ന്റെ നേരെ ഒരു വരയും കൂടി. ഇനി 9, അപ്പൊ 9ന്റെ നേരെ ഒരു വര. ഇനി 7, അപ്പൊ 7ന്റെ നേരെ ഇപ്പൊ 4 ആയിട്ടുണ്ട് ഇവിടെ അല്ലെ. അപ്പൊ അടുത്ത് നമുക്ക് ക്രോസ് ചെയ്തു. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി 6, അപ്പൊ 6ന്റെ നേരെ അടുത്തത്. ഇനി 8ന്റെ നേരെ അടുത്തത്. ഇനി 7ന്റെ നേരെ ഇതേ കണ്ട അടുത്തത് തുടങ്ങാൻ പോകുന്നത്. നമ്മൾ 5 എണ്ണം കഴിഞ്ഞ് അടുത്ത് തുടങ്ങാൻ പോകുന്നത് 7. ഇനി 2, അപ്പൊ 2ന്റെ നേരെ ഒരു വര. ഇനി 6ന്റെ നേരെ 4-മത്തത്. ഇനി 7, അപ്പൊ 7ന്റെ നേരെ അടുത്തത്. ഇനി നോക്കിയാൽ 10. ഇനി 6, അപ്പൊ 4 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്രോസ് ചെയ്തു അല്ലെ. 5-മത്തെ വരച്ചു. ഇനി 7, അപ്പൊ 7ന്റെ നേരെ അടുത്തത്. ഇനി 3, ഇവിടെ 3ന്റെ നേരെ അടുത്തത്. ഇനി 9, അപ്പൊ 9ന്റെ നേരെ അടുത്ത വര വരച്ചു. ഇനി 5, അപ്പൊ 5ന്റെ നേരെ അടുത്ത വര വരച്ചു. ഇനി 4ന്റെ നേരെ അടുത്ത വര വരച്ചു. വീണ്ടും 5ന്റെ നേരെ അടുത്ത വര. ഇനി വീണ്ടും 4ന്റെ നേരെ അടുത്ത വര. ഓക്കെ. ഇനി വീണ്ടും 4, അപ്പൊ ഒന്നുകൂടി വരച്ചു. വീണ്ടും 4, ഒന്നുകൂടി വരച്ചു. ഇനി 5, അടുത്ത വര വരച്ചു. ഇനി 8, അപ്പൊ 8ന്റെ നേരെ ഇത് 4 കഴിഞ്ഞു അല്ലെ. അപ്പൊ 5-മത്തെ ക്രോസ് ചെയ്തു. ഇനി നോക്കിയാൽ 10ന് വരച്ചു. 8 അടുത്ത വരച്ചു. വീണ്ടും 8 അടുത്ത വരച്ചു. ഇനി 9 വരച്ചു. പിന്നെ 7 അടുത്ത വരച്ചു. ഇനി നോക്കിയാൽ 7 അല്ലെ.
7 ഇവിടെ 4 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അടുത്ത 7 ക്രോസ് ചെയ്തു. ഇനി 6, 6ൻ്റെ നേരെ വരച്ചു. ഇനി 8, 8ൻ്റെ നേരെ അടുത്ത് വരച്ചു. വീണ്ടും 8, അപ്പം അടുത്തത് വരച്ചു. ഇനി 7 അല്ലേ, ഇത് കഴിഞ്ഞു അല്ലേ. ഇപ്പം അടുത്തത് തുടങ്ങുന്നത് നമ്മൾ 7. ഇനി 4, ഇവിടെ 4 ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ക്രോസ് ചെയ്തു. ഇനി നോക്കിയാൽ 5, അപ്പോൾ 5 വരച്ചു. ഇനി 9, 9 ഇങ്ങനെ വരച്ചു. പിന്നെ 8, 8 4 ആയിട്ടുണ്ട്. 8 ഇങ്ങനെ ക്രോസ് ചെയ്തു. അപ്പോൾ മനസ്സിലായില്ല. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ രീതിയിൽ ചെയ്യാം. ഒന്നിലും നേരത്തെ നമ്മൾ ചെയ്ത പോലെ ചെയ്യാം, അതല്ലെങ്കിൽ ഈ രീതിയിൽ ചെയ്തു പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഇവിടെ നോക്കിയാൽ മൊത്തം എത്ര 1 ഉള്ളൂ, ഇവിടെ 2, ഇവിടെ 5 അല്ലേ. എങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം 5. ഇവിടെ എത്ര ഉണ്ട് 4 ഉള്ളൂ. ഇവിടെ നോക്കിയാൽ ഇത് 5ഉം 1ഉം 6. ഇവിടെ 5 10 അല്ലേ, 5 5 10 3 11. ഇവിടെ 5ഉം 5ഉം 10. ഇവിടെ നമുക്ക് 4, ഇവിടെ നമുക്ക് 2. ഇനി നമുക്കിതൊന്ന് കൂട്ടി നോക്കിയേ, എത്ര കിട്ടുന്നുണ്ട്? 2 3 3 5 8 4 12 6 18 അല്ലേ. 18 10 28 29 39 39 4 43 43 2 45. അപ്പോൾ 45 അല്ലേ. മൊത്തം കുട്ടികൾ 45 പേര്. ഇനി നമ്മുടെ ചോദ്യങ്ങൾ നോക്കിയാൽ എന്താണ് ഒന്നാമത്തെ ചോദ്യം? വാട്ട് ഈസ് ദി സ്കോർ ഒബ്റ്റൈൻഡ് ബൈ ദി ലാർജസ്റ്റ് നമ്പർ ഓഫ് ചിൽഡ്രൻ അല്ലെ. അതായത് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കിട്ടിയ സ്കോർ എത്രയാണ്? അപ്പൊ കൂടുതൽ കുട്ടികൾക്ക് ഇതാണ് കൂടുതൽ കുട്ടികൾ അല്ലെ, 11 പേര്. അവർക്ക് കിട്ടിയ സ്കോർ എത്രയാണ്? 7 അല്ലെ, 7 മാർക്ക്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടി 7. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കിയേ, എന്താണ്? ഹൗ മെനി ചിൽഡ്രൻ ഗോട്ട് 8 ഓർ മോർ? കണ്ട, ശ്രദ്ധിക്കുക, ചോദ്യം എപ്പോഴും ശ്രദ്ധിക്കണം. 8 ഓർ മോർ, അതായത് 8ഉം 8ൽ കൂടുതലും മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ട്? 8ഉം 8ൽ കൂടുതലും അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇതാണ് 8 മാർക്ക് കിട്ടിയ കുട്ടികൾ അല്ലെ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 8 മാർക്ക് കിട്ടിയ. അപ്പൊ 8ഉം 8ൽ കൂടുതലും, അപ്പൊ ഏതൊക്കെ വരും? 8 മാർക്ക് കിട്ടിയ 10 വരും. അപ്പൊ 10ഉം 4 14ഉം 2ഉം 16 അല്ലെ. അപ്പൊ 16 കുട്ടികൾ. ഇനി അതിലെ മൂന്നാമത്തെ ചോദ്യം എന്താണ്? ഹൗ മെനി ഗോട്ട് ലെസ് ദാൻ 8? 8നേക്കാൾ കുറവ് എത്ര പേർക്ക് കിട്ടി അല്ലെ. 8 മാർക്കിനേക്കാൾ കുറവ്. അപ്പൊ 8 മാർക്ക് കിട്ടിയത് 10 പേരുണ്ട്. അപ്പൊ 8നേക്കാൾ കുറവെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്ത് വരും? ഇത് കഴിച്ചിട്ട് അല്ലെ ഇത്രയും നമ്മൾ എണ്ണാം, ഇത്രയും കൂട്ടി നോക്കാം. 8 പേരില്ല അല്ലെ, 8നേക്കാൾ കുറവാണ്. അപ്പൊ എത്ര പേരുണ്ടെന്ന് നമുക്ക് ഒന്ന് കൂട്ടി നോക്കാം. ഇപ്പൊ 11 6 17 അല്ലെ, 17 4 21 5ഉം 26ഉം 2ഉം 28ഉം 1ഉം 29. മനസ്സിലായല്ലോ. അപ്പൊ 29 കുട്ടികൾക്കാണ് എത്രനേക്കാൾ കുറവ്? 8നേക്കാൾ കുറവ്. ഇനി അടുത്ത ചോദ്യം നോക്കിയാൽ ഹൗ മെനി ചിൽഡ്രൻ ഗോട്ട് 10 അല്ലെ. എത്ര കുട്ടികൾക്ക് 10 മാർക്ക് കിട്ടി? 10 മാർക്ക് എത്ര കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്? ഇവിടെ 2 കുട്ടികൾക്ക്. അപ്പൊ മനസ്സിലായി, ഇത് വളരെ ഈസി അല്ലേ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 203 ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം അല്ലെ. ദി നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ 50 ഹൗസ് ഹോൾഡ്സ് ഓഫ് എ വില്ലേജ് ഈസ് ലിസ്റ്റഡ് ബിലോ. അതായത് നോക്കിയേ, ഇവിടെ നമുക്ക് ഒരു വില്ലേജ്, ഒരു ഗ്രാമത്തിലെ 50 വീടുകളിലെ അംഗങ്ങളുടെ എണ്ണമാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ 50 വീടുകളിലെ ഓരോ വീട്ടിലും എത്ര അംഗങ്ങൾ വെച്ചിട്ടുണ്ട്, ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ലിസ്റ്റ് അല്ലെ. ഇനി എന്ത് വേണം? മേക്ക് എ ഫ്രീക്വൻസി ടേബിൾ ആൻഡ് ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. നമുക്ക് എന്ത് ചെയ്യണം? ഒരു ആവർത്തി പട്ടിക ഉണ്ടാക്കണം. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. നമ്മൾ പഠിച്ചു. എന്ത് വേണം? 3 കളികളായിട്ട് ഇതേ രൂപത്തിൽ ഒരു ടേബിൾ വരയ്ക്കാം. ഇവിടെ നോക്കിയാൽ ഒരു വീട്ടിലെ മെമ്പേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ. മെമ്പർ, എത്ര മെമ്പർമാരുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഈ കോളത്തിൽ എന്ത് എഴുതാം? മെമ്പേഴ്സ്, മെമ്പർമാരുടെ എണ്ണം, മെമ്പേഴ്സ്, അംഗങ്ങൾ അല്ലെ, അംഗങ്ങൾ. ഇനി ഇവിടെയോ ടാലി അല്ലെ, ടാലി അതായത് അടയാളം, ടാലി. ഇനി ഇവിടെയോ നമ്പർ അല്ലെ, എത്ര വീടുകളുണ്ട് അല്ലെ, നമ്പർ, നമ്പർ. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യത്തെ പണി കഴിഞ്ഞു അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മുടെ ഏറ്റവും ചെറിയ സംഖ്യ നോക്കാം അല്ലെ. അപ്പൊ ഏറ്റവും കുറവ് അംഗങ്ങൾ എത്രയാണെന്ന് നോക്കിയേ. 2 ഉണ്ട് ഇവിടെ അല്ലെ, 2 ഉണ്ട്. 1 ഉണ്ടോ? 1 ഇല്ല അല്ലെ. അപ്പൊ ഏറ്റവും കുറവ് 2 ആണ്. നോക്കിയാൽ ഒരു വീട്ടില് ഏറ്റവും കുറവ് അംഗങ്ങൾ എത്രയാണ്? 2 പേരാണ്. അതുകൊണ്ട് നമ്മൾ 2 എഴുതി അല്ലെ. 2ന് താഴെ ഇല്ല. ഇനി എത്ര വരെ ഉണ്ട് നോക്കിയാൽ? 2 9 ഉണ്ട് ഇവിടെ. 13 ഉണ്ട് അല്ലെ, 13 അംഗങ്ങളുള്ള വീടുണ്ട്. 10 ഉണ്ട് അല്ലെ. അപ്പൊ ഏറ്റവും കൂടുതൽ എത്രയാണ്? 13 അല്ലെ. അപ്പൊ നമുക്ക് 2 മുതൽ 2 3 4 5 6 7 8 9 10 11 12 13 കേട്ടോ. 13 വരെ നമ്മൾ എഴുതി. അപ്പൊ 2 മുതൽ 13 വരെ എഴുതി. ഇനി നമുക്ക് നോക്കിയാൽ 2 എത്ര പ്രാവശ്യം ആവർത്തിച്ച് വരുന്നുണ്ട്? 3 ഉള്ള വീടുകൾ എത്ര ഉണ്ട് അല്ലെ. അപ്പൊ അത് നമുക്ക് നോക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു 2 തരത്തിൽ ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ ഇതിന് തൊട്ട് മുമ്പ് നോക്കിയാൽ 2 തരത്തിൽ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ രീതിയിൽ ചെയ്യാം.
ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ 2. അപ്പൊ ഇവിടെ നോക്കിയാൽ 2 എത്ര ഉണ്ടെന്ന് നോക്കാം. ഇപ്പൊ ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പൊ അതൊന്ന് റൗണ്ട് ചെയ്ത് പോവാം. അപ്പൊ ചെയ്യുന്നത് റൗണ്ട് ചെയ്ത് പോവാം. അപ്പൊ ഇവിടെ ഒരു 2 അല്ലെ, പിന്നെ നോക്കിയാൽ 2, പിന്നെ 3, ഇതിലില്ല, 4 ഇല്ല, 5 അല്ലെ. അപ്പൊ നോക്കിയാൽ ഇവിടെ 5 വീടുകളുണ്ട്, 5. അപ്പൊ നമുക്ക് 1, 2, 3, 4, അഞ്ചാമത്തെ എന്ത് ചെയ്യണം? ഇങ്ങനെ ക്രോസ് ചെയ്ത് വരയ്ക്കാം അല്ലെ, 5. അപ്പൊ നമുക്ക് ഇവിടെ ഒരു അവസാനം എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ 5 എഴുതി അല്ലെ. അതല്ലെങ്കിൽ രണ്ടാമത്തെ രീതി എങ്ങനെയാണ് ഞാൻ പറഞ്ഞതല്ലോ. നമ്മൾ ഇവിടുന്ന് തുടങ്ങാം. ഇവിടെ 8 അല്ലെ, അപ്പൊ 8 ആണ്. അപ്പൊ 8ന്റെ നേരെ നോക്കിയാൽ നമ്മൾ ഒരു വര വരയ്ക്കുക. ഇനി അടുത്ത് നോക്കിയാൽ 6 അല്ല, അപ്പൊ 6ന്റെ നേരെ അടുത്ത വര വരയ്ക്കുക. ഇനി 9, 9ന്റെ നേരെ അടുത്ത വര വരച്ചു. ഇനി നോക്കിയാൽ 4, 4ന്റെ നേരെ അടുത്ത വര വരച്ചു. കണ്ട. ഇനി വീണ്ടും 4, അപ്പൊ 4ന്റെ നേരെ അടുത്ത രണ്ടാമത്തെ വര. ഇനി 2, അപ്പൊ 2ന്റെ നേരെ ആദ്യത്തെ വര. കണ്ട. ആ രീതിയിൽ വരച്ച് ഇവിടം വരെയും പോവാം. അങ്ങനെയും ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതുപോലെ ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ 2 രീതിയിലും ചെയ്തിട്ടിട്ടുണ്ട്. ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ 2 എണ്ണം ചെയ്തിരുന്നു. അപ്പൊ രണ്ടും 2 ടൈപ്പിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ രീതിയിൽ ചെയ്യാം. ഇപ്പൊ നമുക്കൊരു പണിയാം. ഇപ്പൊ നമുക്ക് തൽക്കാലം ഏത് രീതിയിൽ ചെയ്യാം? ഇങ്ങനെ ചെയ്തു പോവാം അല്ലെ. ഇതിപ്പോ 2 എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് അത് നമുക്കിങ്ങനെ ഇട്ട് പോവാം. ഓരോന്നോരോന്ന് അതേപോലെ ചെയ്തു പോവാം. ഇനി നമുക്ക് നോക്കിയാൽ 3 അല്ലെ. 3 നോക്കി ഇവിടെ 3, ഇവിടെ ഒരു 3 ഉണ്ട്. 2, 3, 4, 5, 6, 7, 8, 9, 10, 11. അപ്പൊ 11 അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1, 2, 3, 4, പിന്നെ അടുത്തത് 5 അല്ലെ. 6, 7, 8, 9, 10, 11. അപ്പൊ ഇത് നമ്മൾ ശരിക്കും ഇടേണ്ടത് എപ്പോഴാണ്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഓരോന്നോരോന്ന് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ലൈൻ വരച്ച് പോകും. എന്നിട്ട് 5ആമത് നമ്മൾ ക്രോസ് ചെയ്ത് വരയ്ക്കും. അങ്ങനെയാണ് ശരിക്കും ഇത് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇപ്പോൾ ഈ രീതിയിൽ ചെയ്യുന്നെന്ന് മാത്രം മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ എത്ര? 11 അല്ലെ, 11. ഇനി നോക്കിയാൽ 4. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ നോക്കിയാൽ ഞാൻ പറഞ്ഞല്ലേ, റൗണ്ട് ചെയ്ത് പോവാം. അപ്പൊ നമുക്ക് ഒന്നും മിസ്സായി പോവില്ല. 4, അപ്പൊ 1, 2 ഇതേപോലെ ചെയ്തു പോവാം. 3, 4, 5, 6, 7, 8, 9 അല്ലെ. അപ്പൊ 9. അപ്പൊ 1, 2, 3, 4, 5, 6, 7, 8, 9. കണ്ട. അപ്പൊ 9. ഇനി നോക്കിയാൽ 5. ആ 5ന്റെ കേസ് നോക്കിയതേ ഇവിടെ 1, 2, 3, 4, 5, 6. അപ്പൊ 6. അപ്പൊ 1, 2, 3, 4, അടുത്ത് 5, ഇനി 1, 6 അല്ലെ. അപ്പൊ 6. ഇനി 6 നോക്കിയേ. 1, 2, 3, 4, 5, 6 അല്ലെ. അപ്പൊ 6. അപ്പൊ 1, 2, 3, 4, 5, 6. അപ്പൊ 6 എഴുതി. ഇനി 7 നോക്കിയേ. ഇതിലില്ല 7. ഇവിടെ 1, 2, 3, 4, 5 അല്ലെ. അപ്പൊ 5. അപ്പൊ 1, 2, 3, 4, 5. ഇനി 8 നോക്കിയേ. 1 ഇവിടെ ഇല്ല, ഇതിലില്ല, 2, ഇവിടെ 1, 3 അല്ലെ. അപ്പൊ 3. 1, 2, 3. ഇനി 9 നോക്കിയേ. 9 അല്ലെ. 1, 2, 3, 3 ഉള്ളു അല്ലെ. അപ്പൊ 3. 1, 2, 3. ഇനി 10. ഇവിടെ ഇല്ല, ഇതിലില്ല, 1. ഇനി വേറെ ഇല്ല അല്ലെ. അപ്പൊ 10, 1. ഇനി 11. ഇതിലില്ല, അല്ലെ. 11 ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ ഒരു വരം കൊണ്ട് വരച്ചു കൊടുത്താൽ മതി. 11 ഇല്ലല്ലോ. ഓക്കെ, 11 ഇല്ല. ഇനി 12. 12 ഇതിലില്ല അല്ലെ. അപ്പൊ 12 നമുക്കില്ല. 12 ഇല്ല. ഇനി 13. ഇതിലില്ല, ഇവിടെ ഒരു 13 ഉണ്ട്. അപ്പൊ 1 ഉള്ളു അല്ലെ. അപ്പൊ ഒരു വര വരച്ചു. 13 1. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ 50 വീടുകൾ നോക്കിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 50 കിട്ടണം. അപ്പൊ ഒന്നെല്ലാം ഒന്ന് കൂട്ടി നോക്കിയേ. 1 ഉം 1 ഉം 2 അല്ലെ. 2 ഉം 3 ഉം 5 ഉം 3 ഉം 8 ഉം 5 ഉം 13 അല്ലെ.
13 6 19, 19 6 25, 25 9 34, 34 10 44, 1 45, 45 5 50 കണ്ട. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് 50 കിട്ടി. അപ്പൊ ഇതന്നെ നമുക്ക് ഇവിടെ കിട്ടിയില്ലെങ്കിൽ എന്താണ് നമ്മൾ ചെയ്തത് ഏതോ ഒന്ന് എന്തായിട്ടുണ്ട്, നമ്മൾ മിസ്സായി പോയിട്ടുണ്ട് അല്ലേ. അപ്പൊ നോക്കിയാൽ അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയാൽ ഈ ചെയ്യുമ്പോൾ തന്നെ അപ്പൊ തന്നെ ഈ രണ്ടൊക്കെ ഇങ്ങോട്ട് റൗണ്ട് ചെയ്ത് പോവാ കേട്ടാ. നമ്മൾ ആദ്യം രണ്ടെണ്ണം റൗണ്ട് ചെയ്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പൊ നമുക്കിതിൽ ബാക്കി ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി ടേബിൾ. ഇപ്പൊ മനസ്സിലായല്ലോ, എളുപ്പമല്ലത്. അപ്പൊ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇനി നമുക്ക് നോക്കിയാൽ അതിലുള്ള ചോദ്യങ്ങൾ നോക്കിയാൽ എന്താണ് ഫസ്റ്റ് ചോദ്യം, ഹൗ മെനി ഹൗസ് ഹോൾഡ്സ് ഹാവ് ജസ്റ്റ് 2 members, അതായത് 2 അംഗങ്ങൾ മാത്രമുള്ള എത്ര വീടുകളുണ്ട് അല്ലെ, എത്ര കുടുംബക്കാരുണ്ടെന്ന്. 2 അംഗങ്ങൾ ഇതാണ് അല്ലെ. 2 അംഗങ്ങളിൽ എത്ര പേരുണ്ട്, 5 വീട്ടുകാർ അല്ലെ. അപ്പൊ ഉത്തരം 5 വീട്ടിൽ 2 അംഗങ്ങളുള്ളൂ. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്, ഹൗ മെനി ഹൗസ് ഹോൾഡ്സ് ഹാവ് 4 or less, അതായത് 4 അതിൽ കുറവോ അംഗങ്ങളുള്ള എത്ര വീടുകളുണ്ട്. അപ്പൊ 4 അതിൽ കുറവ് അല്ലെ. അപ്പൊ ഇതാണ് 4. അപ്പൊ 4 പേരുള്ള 9 വീട്, അതിൽ കുറവ് ഇതൊക്കെ 11 5 അല്ലെ. 2 പേരുള്ളവരുണ്ട്, 3 പേരുള്ളവരുണ്ട്. അപ്പൊ എത്ര ഏതൊക്കെ കൂട്ടണം, 4 പേരുള്ള 9 9 11 20 20 5 25 അല്ലെ. അപ്പൊ 25 വീട്ടുകാർ. മനസ്സിലായില്ലേ. അപ്പൊ ഇത് 3 കൂടി കൂട്ടാം, ഇത് 3 ക്ലിയർ ആയല്ലോ. 4 അതിൽ കുറവും ക്ലിയർ ആയി അല്ലെ. ഇനി നമ്മുടെ അടുത്ത ചോദ്യം നോക്കിയാൽ ഹൗ മെനി ഹൗസ് ഹോൾഡ്സ് ഹാവ് 10 or more, മൂന്നാമത്തത്. 10 അതിൽ കൂടുതലോ അംഗങ്ങളുള്ള എത്ര കുടുംബങ്ങളുണ്ട്, 10 അതിൽ കൂടുതലോ അല്ലെ. അപ്പൊ 10 അംഗങ്ങളുള്ള ഒരു വീട് അല്ലെ. 10 കൂടുതലുള്ള എത്ര പേരുണ്ട്, 11 12 13, ആകെ ഒരാൾ കൂടെ ഉള്ളു അല്ലെ. അപ്പൊ ആകെ എത്ര പേരുണ്ട്, 10 അതിൽ കൂടുതലുള്ള എത്ര പേരുണ്ട്, 2 അല്ലെ. 2 വീടുകളാണ് ഉള്ളത് അല്ലെ. അപ്പൊ നമുക്ക് 2 വീടുകൾ, 10 അതിൽ കൂടുതലുള്ളത് 2 വീടുകൾ. ഇനി നാലാമത്തെ എന്താണ് ചോദിച്ചിട്ടുള്ളത് നോക്കിയാൽ, ഹൗസ് ഹോൾഡ്സ് ഓഫ് വാട്ട് സൈസ് ഒക്കർ ദി മോസ്റ്റ്, അതായത് എത്ര അംഗങ്ങളുള്ള വീടുകളാണ് അല്ലെങ്കിൽ കുടുംബങ്ങളാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഏതാണ്, 11 അല്ലെ. 11 വീടുകളുണ്ട്. അവിടെ എത്ര അംഗങ്ങളുണ്ട്, 3 അംഗങ്ങൾ അല്ലെ. അപ്പൊ 3 അംഗങ്ങളുള്ള വീടുകളാണ് ഏറ്റവും കൂടുതലുള്ളത് അല്ലെ, 11 പേര്. അപ്പൊ ഉത്തരം എത്രയാണ്, 3 അംഗങ്ങൾ. അപ്പൊ ഇത് ചെയ്യേണ്ട വിധം മനസ്സിലാക്കാം. അപ്പൊ വളരെ ഈസിയാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് വാങ്ങാനും പറ്റിയ ചാപ്റ്റർ ആണ് അല്ലെ. ഇനി നമുക്ക് ഇതിൽ ബാക്കി ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.